ലോകം മുഴുവൻ ഹൈ പിച്ചിൽ നടക്കുന്ന വാർത്തയാണ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ട് വൈറ്റ് ഹൗസിലും ഓവൽ ഓഫീസിലും നടന്ന ചർച്ച പൊളിഞ്ഞുപോയി. ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന ലൈവായിട്ടുള്ള പത്രക്കാരുടെ മുമ്പിൽ JD വാൻസ് ഇരിപ്പുണ്ട്, മാർക്ക് റൂബിയോ ഇരിപ്പുണ്ട്, ഒരു സൈഡിൽ ഉക്രൈൻ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ മന്ത്രിമാരും ഉണ്ട്. ഇപ്പം പല മീഡിയയും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ആദ്യം ഞാൻ പറയുന്നൊരു സംഭവം, ഈ വൈറ്റ് ഹൗസിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം അത് ബേസിക്കലി അത് എല്ലാവർക്കും അവിടെ എൻട്രി കൊടുക്കത്തില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യണം, അതല്ല വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സിലോ സെനറ്റിലോ അതിനകത്ത് അംഗമായിട്ടുള്ളവർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം ഈ വൈറ്റ് ഹൗസിനകത്ത് ഏറ്റവും വൈറ്റ് ഹൗസിൻ്റെ വലിയ ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയാം, പണ്ട് ഇത് കത്തിച്ചതാണ്, പിന്നീട് അത് വീണ്ടും പണിതാണ്. ഈ പണിത ആൾക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല, അങ്ങനെ പല ചരിത്രമുണ്ട്. അതൊക്കെ പിന്നെ അപ്പോൾ ഈ വൈറ്റ് ഹൗസ് ഈ പറയുന്ന സംഭവം നടന്ന ചർച്ചയിലൊക്കെ ഈ സ്പേസിലൊക്കെ ഞാൻ പോയതാണ്. ഇനി പറയാൻ പോകുന്ന ഒരു പോയിന്റ്, ഈ ഞാൻ എന്താണ് ഈ ഉക്രൈൻ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും മീഡിയകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു, ലോക മാധ്യമങ്ങൾ പറയുന്നു. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ ഈ പോയിന്റിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അത് എതിർക്കുന്നുണ്ടെങ്കിൽ, അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി തരും. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിൽ സീസ് ഫയർ, അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇതേ വിഷയത്തിൽ ചർച്ച നടത്തി. ആ സമയത്തൊന്നും അമേരിക്കൻ ടാരിഫുമായിട്ടുള്ള ചർച്ചകളെല്ലാം നടന്നത്, ഉക്രൈൻ വിഷയമാണ് ചർച്ച നടത്തിയത്. എങ്ങനെ സീസ് ഫയർ കൊണ്ടുവരാൻ പറ്റും. ഇവരുമായിട്ടുള്ള ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ട് നേരത്തെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അതായത് ചർച്ചയ്ക്ക് മുമ്പ്. അതിനുശേഷം മറ്റൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഏകദേശം 4ഓളം ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഇത് ഉക്രൈനിലെ പ്രസിഡന്റിൻ്റെ അടുത്ത് അയച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഈ ചർച്ചയ്ക്കായിട്ട് കീവിലുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ചയ്ക്ക് പോകുമ്പോഴാണ് ഏതെങ്കിലും ട്രേഡ് ഡീലോ ബിസിനസ് ഡീലോ, അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അവർ തമ്മിൽ, അതായത് രണ്ട് പവർ ഓഫ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, കാരണം ഡീൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് വെറ്റ് ചെയ്യും. കാരണം ഈ രണ്ട് കൂട്ടരുമായിട്ടുള്ളത് ചർച്ച ചെയ്തിട്ട് അവരിത് തയ്യാറാക്കും, വെറ്റ് ചെയ്യും പൂർണ്ണമായിട്ടും. എന്നിട്ടാണ് ഫൈനൽ, അതായത് വീണ്ടും അവിടെ ചെറിയൊരു ഡിസ്കഷനും സൈനിങ്ങും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണിത് പൊതുവെ നടക്കുന്നത്. അപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തും ഇതേപോലെ 4 പ്രാവശ്യം റീഡ്രാഫ്റ്റ് ചെയ്തു. ഉക്രൈൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് അമേരിക്ക അവസാന നിമിഷം ബ്രിട്ടൻ്റെയും ഇമ്മാനുവൽ മാക്രോണിൻ്റെയും അവർ പിന്നീട് ജർമ്മനിയുമായിട്ട് സംസാരിച്ച ശേഷം ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നു. അതായത് ഉക്രൈൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ സോവറിൻ, അതിനകത്ത് വേറെ ആർക്കും കടക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞില്ല നാറ്റോയിൽ ഉക്രൈനെ എടുക്കും, പറഞ്ഞില്ല. അത് അമേരിക്ക പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. വീണ്ടും മറ്റൊരു കാര്യം പറഞ്ഞില്ല, ഏത് അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടാകും, അതും പറഞ്ഞില്ല. കാരണം അമേരിക്കയ്ക്ക് അത് രണ്ടും താല്പര്യമില്ല. ആദ്യം സീസ് ഫയർ, പിന്നീട് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മിനറൽസ് ആണെങ്കിലും അവിടെയുള്ള LNG ആണെങ്കിലും ക്രൂഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അത് 50-50% വെച്ച് 50% അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങളും, അതിൻ്റെ 50% ലാഭം ഉക്രൈൻ. ഇതാണ് ഇത് മുഴുവനും പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എടുത്ത് വായിച്ചു നോക്കാം. ആദ്യത്തെ ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ്, ഫോർത്ത് ഡ്രാഫ്റ്റ്, അതെല്ലാം ഉക്രൈൻ പ്രസിഡന്റും അവരുടെ ക്യാബിനറ്റും അംഗീകരിച്ചു. അതിനുശേഷം മാത്രമാണ് ഉക്രൈൻ പ്രസിഡന്റ് അവിടെ പത്രസമ്മേളനം നടത്തി. അതിനുശേഷമാണ് ഇയാൾ
ഈ പറയുന്ന വാഷിങ്ടൺ ഡി സിയുടെ അർത്ഥം നിങ്ങൾക്കറിയാലും ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ് ഡി സിയുടെ അർത്ഥം. അതേ ഉള്ളൂ, അല്ലാതെ ഡി സി വേറെ ഒന്നുമല്ല. അപ്പോൾ അവിടെ വരുന്നു, ആദ്യം ഓവൽ ഓഫീസിൽ ചർച്ച ചെയ്യുന്നു, പിന്നെ വൈറ്റ് ഹൗസിൽ പോകുന്നു, പിന്നെ സ്പാറ്റ് ഉണ്ടാകുന്ന അടി ബഹളം രീതിയിൽ. അതായത് എന്തായിരുന്നു ധാരണയുണ്ടായിരുന്നത്? പൂർണ്ണമായിട്ടും കോമാളിയായ, കാരണം ബേസിക്കലി ഉക്രൈൻ പ്രസിഡന്റ് ഒരു കോമാളിയാണ്. കാരണം അയാൾ ഇതിന് വരുന്നതിന് മുമ്പ് അവിടുത്തെ സ്റ്റേജ് ഷോയിൽ കൊമേഡിയൻ ആക്ടറായിരുന്നു. ആ കോമഡി മാത്രമാണ് ഇന്നലെ അവിടെ കണ്ടത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ സംസാരിക്കുക, അമേരിക്കയാണ് അവർക്ക് സഹായം ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിട്ട് അത് ശരിക്കും ആ ഡിസ്കഷൻ കണ്ടാൽ മനസ്സിലാകും. ഞങ്ങൾ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നും ഉക്രൈൻ നിലനിൽക്കുന്നത്. സത്യം. എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ വെപ്പൺ കൊടുത്തിട്ട് ഒന്നുമായാലും അമേരിക്ക വെപ്പൺ കൊടുത്ത ശേഷമാണ് റഷ്യ പിറകോട്ട് മാറിയത്, റഷ്യക്ക് അടി കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഉക്രൈൻ എന്തുകൊണ്ട് അമേരിക്കയോട് താങ്ക്സ് പറയുന്നില്ല? ആ ചോദ്യത്തിന് ഈ ഉക്രൈൻ പ്രസിഡന്റ് ഈ കോമാളി നിശബ്ദനായിട്ടിരുന്നു. ഇയാളുടെ ധാരണ ഈ സ്റ്റേജ് ഷോയിലെ കോമാളിത്തരം അമേരിക്കയിൽ പോയി പറ്റുമെന്നായിരുന്നു. ഇവിടെയാണ് പാളിച്ച ഉണ്ടായത്. ഇനി ഇതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളുണ്ട്, ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ ട്രംപ് മത്സരിച്ച സമയത്ത് ഹൂസ്റ്റണിൽ ഹൗഡി മോഡി എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം വെച്ചു. അതായത് ട്രംപിനെ ഇലക്ഷന് ജയിപ്പിക്കുന്ന ക്യാമ്പയിനിൽ ട്രംപിൻ്റെ കൂടെ ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഹിന്ദിയിൽ, ഈസ് ബാർ ട്രംപ്. ഈസ് ബാർ എന്നേ പറഞ്ഞുള്ളൂ, ട്രംപ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഇന്ത്യക്കാരാണ്. അതായത് നേരിട്ട് ട്രംപിന് വേണ്ടി പരസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചു. എഗ്രീഡ്. പക്ഷേ ഞാനതിനെ അനുകൂലിക്കുന്നില്ല. കാരണം ഇപ്പം ഇന്ത്യയിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനോ പരസ്യമായിട്ട് വോട്ട് ചോദിക്കുന്നതും ഇന്ത്യയിലുള്ള വോട്ടേഴ്സിനോട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ പറഞ്ഞത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് തെറ്റാണ്. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ കോളം എഴുതിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോ പറഞ്ഞ് ഉണ്ടാക്കിയ സംഭവം, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ട്രംപ് തോൽക്കുന്നു, ബൈഡൻ അധികാരത്തിൽ വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്പെഷ്യൽ എൻവോയ് ജയശങ്കറെ ഈ പറയുന്ന ബൈഡൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിച്ചു, തെറ്റ് കാണിച്ചു. ഉണ്ടായ സംഭവം ഇത്. എത്ര പേർക്ക് മലയാളികൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതെനിക്ക് കൃത്യമായിട്ട് വിവരം കിട്ടിയതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിട്ടും നേരിട്ട് ആ കാണിച്ച തെറ്റിന് ക്ഷമ ചോദിച്ചു. കാരണം ഇടപെടാൻ പാടില്ല. അമേരിക്കയുടെ ഇലക്ഷൻ അവിടുത്തെ ജനങ്ങൾ ഇടപെടണം. ഇന്ത്യൻ ഒറിജിനാണ്. അവരോട് പരസ്യമായിട്ടോ മറ്റുള്ള രീതിയിലോ വോട്ട് ചോദിക്കാൻ പാടില്ല, ഇന്നയാൾക്ക് വോട്ട് ചെയ്യുക. അത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ള രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റോ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോ അവിടെ രാജ്യം ഭരിക്കുന്നവരല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് പല അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ ഹെഡ് ഓഫ് സ്റ്റേറ്റിന് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ഇടപെടില്ലേ? എൻ്റെ ചോദ്യമാണ്. അത് ഇന്ത്യ പ്രധാനമന്ത്രി കാണിച്ച തെറ്റാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ ബൈഡനും ഈ പറയുന്ന നരേന്ദ്രമോദിയുമായിട്ട് അഭിപ്രായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് സെറ്റിൽ ചെയ്തു. ഇനി അടുത്ത പോയിന്റിലോട്ട് വരാം. എന്താണ് ഉക്രൈൻ പ്രസിഡന്റ് 2024 സെപ്റ്റംബർ അദ്ദേഹം പെൻസിൽവാനിയയിൽ പോയി കാണിച്ചത്? ഇല്ല, നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ട്രംപിനെതിരെ വോട്ട് ചെയ്യാനും കമലാ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യാനും അയാളോട് പെൻസിൽവാനിയയിൽ ഒരു തിങ്ക് ടാങ്കിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നു. ഏത് വിധേനയും ട്രംപിനെ തോൽപ്പിക്കണം. ഇതൊക്കെ പലതും ഈ റിപ്പോർട്ടുകൾ കിടപ്പുണ്ട്, നിങ്ങൾ എടുത്തു നോക്കുക. അന്ന് ട്രംപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡേഴ്സും എലോൺ മസ്കും ഈ പറയുന്ന ഉക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു പറയുന്നു, നിങ്ങളിത് കാണിക്കുന്നത് തെറ്റാണ്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വോട്ട് ചോദിക്കാൻ വരുന്നത്? ചോദിച്ചാണ് സംഭവം. പക്ഷേ ഇയാൾ പൂർണ്ണമായിട്ടും ട്രംപിനെ തള്ളിക്കളഞ്ഞ് ഏത് രീതിയിലും ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി
കമല ഹാരിസ് ജയിക്കാൻ വേണ്ടി ഇയാൾ അവിടെ മാത്രമല്ല ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഈ തിങ്ക് ടാങ്കിനോട് പറയും അതിനുള്ള സഹായം ഉക്രൈൻ ചെയ്തു തരും. ഈ പറയുന്ന തിങ്ക് ടാങ്കിന് ഉക്രൈനിൽ ഫ്രീ ആയിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ വ്ളാദിമിർ സ്ലെവൻസ്കി അവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇയാൾ കാണിച്ച തെറ്റാണ്. ആ സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള സെനറ്റ് മെമ്പേഴ്സും കോൺഗ്രസ് മെമ്പേഴ്സും ഡിമാൻഡ് ചെയ്തു ഉക്രൈനിൻ്റെ അമേരിക്കയിലുള്ള ഡിപ്ലോമാറ്റിക് മിഷൻ ഓഫീസ് അടച്ചു പൂട്ടണം. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് കയറി ഇടപെടാൻ ശ്രമിക്കുന്നു അവരുടെ പൊളിറ്റിക്സിൽ. നിങ്ങൾ ആലോചിക്കുക, ഇയാൾ കാണിച്ച തെറ്റാണ്. കോമാളി എലീവൻ അല്ലെങ്കിൽ ഇതേപോലെ വൃത്തികേടുവൻ കാണിക്കൂ ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ട്രംപിനെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം ഇവനതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ഈ പൊട്ടം കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം. രണ്ടാമത് ഇത് ജെ ഡി വാൻസ് ഇന്നലത്തെ മീറ്റിങ്ങിൽ നേരിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ജെ ഡി വാൻസ് ഇയാളോട് ചോദിക്കുന്നു, നീ ഇവിടെ വന്ന് പെൻസിൽവാനിയ വന്ന് ഞങ്ങൾക്കെതിരെ നീ ഇവിടെ ക്യാമ്പയിൻ ചെയ്യാൻ ഞങ്ങൾക്കറിയാം, അതിനെപ്പറ്റി എന്താ അഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചു. അതിനോട് നീ ക്ഷമ ചോദിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ഈ വ്ളാദിമിർ സെലൻസ്കി ഇതായിപ്പോയത്. പിന്നെ അയാളുടെ പോസ്റ്റുകൾ ഇങ്ങനെ സംഭാഷണം നടക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ടോക്സ് അല്ല. രണ്ടാമത്തെ പോയിന്റ്, അമേരിക്കൻ പ്രസിഡന്റ് എലക്ട് ചെയ്ത ശേഷം അതിനുശേഷം ഇത്ര സമയത്തിന് ശേഷമാണ് പ്രസിഡൻ്റായിട്ട് ഇനാഗുറേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വ്ളാദിമിർ സെലൻസ്കി പല മീറ്റിങ്ങുകളായിട്ട് ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാൻ പോയി. കാരണം ഉക്രൈൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇവിടൊക്കെ ഗ്ലോബൽ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇത് ഓഫ് ദ റെക്കോർഡ് സംസാരിക്കുന്ന സമയത്ത്, ഈ ഉക്രൈൻ പ്രസിഡന്റ് ട്രംപിനെ പൊട്ടനെന്ന് പറഞ്ഞു, അയാൾ വിഡ്ഢിയാണെന്ന് പറഞ്ഞു, അയാളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുന്നു. ഇത് പല റൂളേഴ്സ്, അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇയാളോട് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കരുത്, ഇത് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. അതാ പ്രസിഡൻ്റ് എലക്റ്റാണ്. അത് ഈ നമ്മുടെ അബുദാബിയുടെ കിങ് നയ്യാൻ അയാൾ പറയുന്നുണ്ട്, ഇതെല്ലാം അതിര് കടന്ന രീതിയിലാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് താക്കീത് കൊടുത്തു. ഷെങ്കൻ ലീഡേഴ്സ് താക്കീത് കൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റിനാണ് താങ്കൾ ഇത് പറയുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഇന്നലെ ട്രംപുമായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ മനസ്സിൽ കിടക്കുക ഇത്. അതിനുശേഷം അകത്ത് കയറിയ ശേഷം ട്രംപ് അറിയാൻ സാധിച്ചത് ഇയാളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ചിലപ്പം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനിപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിക്ക്, ഇത്രമാത്രം തെറിയും പരദൂഷണവും പറഞ്ഞിട്ട് വൃത്തികേടും പറഞ്ഞ് കോമഡിയനായിട്ട് ഒരു നാണമില്ലാത്തവൻ പിന്നീട് ട്രംപ് ഇനാഗുറേഷൻ വരുന്ന സമയത്ത് ട്രംപിൻ്റെ മോനോട് പറയുന്നത് എങ്ങനെയെങ്കിലും അവിടെ പങ്കെടുക്കണം. അപ്പോഴും ട്രംപ് പറഞ്ഞാൽ പറ്റില്ല, കാരണം ഇയാൾ ഇതുപോലെ പറഞ്ഞു കിടക്കുക. എന്താണ് ട്രംപ് ഇമ്മാനുവൽ മാക്രോണോടും കീർ സ്റ്റാമറോടും പറഞ്ഞത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നും പത്രങ്ങളിൽ വന്നു. സെലൻസ്കിയുമായിട്ട് ഒരു ധാരണയിൽ അവർക്ക് അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രമാണ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയും അമേരിക്കയും വളരെ മോശമായിട്ട് പറഞ്ഞിരിക്കുക. അതാണ് ആ വാക്കുപയോഗിച്ച ഡിസ്റെസ്പെക്റ്റ്. നിങ്ങൾ ഈ രാജ്യത്തെ അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാക്കാനാണ് താങ്കളുടെ താല്പര്യം. ഞങ്ങളാണ് നിങ്ങളെ സഹായിച്ചത്. അതിന് പോലും താങ്ക്സ് പറയാത്ത ഒരുത്തരാണ് നീ ഇവിടെ വന്ന് വാചമടിച്ചാൽ ഞങ്ങൾ നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. വീണ്ടും പറഞ്ഞു, തിരിച്ച് വന്ന് സംസാരിക്കുക. ട്രംപ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം നീ അപ്പോളജി ചെയ്യാൻ പറഞ്ഞു, നീ ചെയ്ത തെറ്റാണ്, എന്നിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു ഇപ്പോൾ എന്തുവാണ് കീർ സ്റ്റാമറും ഇമ്മാനുവൽ മാക്രോണും പറയുന്നത് നിങ്ങൾക്കറിയോ? കാരണം ഇവരോട് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു, വ്ളാദിമിർ സെലൻസ്കിയെ മാറ്റുകയാണെങ്കിൽ അമേരിക്ക പിന്തുണ കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം, സെക്യൂരിറ്റി കൊടുക്കുക. ഇവന് സപ്പോർട്ട് കൊടുക്കില്ല, കാരണം ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്, ഇവൻ കോമാളിയാണ്. ഇതാണ് സംഭവം. ഇനി നിങ്ങളെല്ലാ ഫാക്ടേഴ്സും വെച്ച് നോക്കുക. ഇവിടെ ട്രംപാണോ തെറ്റുകാരൻ, വ്ളാദിമിർ സെലൻസ്കിയാണ് തെറ്റുകാരൻ? ഞാൻ വ്ളാദിമിർ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാരണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം. കാരണം ഇൻവേഷനാണ് അവിടെ കടന്നു കയറി. ഇവിടെ ഉണ്ടാകുന്ന സംഭവം എന്തോ, ഇനി ഫർദർ എന്തോ ഉണ്ടാകും.
സെലൻസ്കി കൂടുതൽ കളിക്കുവാണെങ്കിൽ പിന്മാറിയില്ല, രാജിവെച്ചില്ല എങ്കിൽ അത് 4-5 ദിവസം രാജിവെച്ച് അമേരിക്ക റഷ്യക്കെതിരെയുള്ള സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യും. അതായത് ഉപരോധം എടുത്ത് മാറ്റും. ഇതോടെ ഉക്രൈൻ ഒന്നും അല്ലാതായി മാറി. സിമ്പിളായത്, ഒരു യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണ കൊടുത്ത് ഉക്രൈന് റഷ്യയെ തോൽപ്പിക്കാൻ പറ്റില്ല. അമേരിക്കൻ വെപ്പണോടുകൂടി മാത്രമാണ് റഷ്യയോട് ഉക്രൈൻ പിടിച്ചു നിന്നത്. അറിയാത്തവർക്ക് പറഞ്ഞു തരാം. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും അമേരിക്കയുടെ അത്രയും വെപ്പണറിയും ഒന്നുമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഫാക്ടറാണ്. എന്തുകൊണ്ടാണ് ഉക്രൈൻ ഫ്രാൻസിൻ്റെ റഫേൽ വിമാനം എടുക്കാഞ്ഞേ? കാരണം റിലയബിൾ അല്ല. അതിന് വരെ F-16 എടുത്തത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. കാരണം മിലിറ്ററി എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇസ്രായേൽ എടുക്കുക, ഇന്ത്യ പോലും വാങ്ങുന്നത്. ഇതിന്നെല്ലാം മാറി ഒരു കോമാളി വേഷത്തിലായിരുന്നു. ഒരു കോമാളി എങ്ങനെ പെരുമാറി? കാരണം ഒരു ബയലാട്രിയൽ ഡിപ്ലോമാറ്റിക്കൽ ടോക്സ് എല്ലാം ഫൈനലൈസ് ചെയ്ത് വെറ്റ് ചെയ്തു. അതായത് MOU വെറ്റ് ചെയ്തു. വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം ഒരു സീസ് ഫയർ കൊണ്ടുപോവുക, ഫർദർ ഓരോന്നായിട്ട് നടക്കട്ടെ. അതിന് പോലും തയ്യാറാകാത്ത ഒരു ഊച്ച, ഒരു 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 ഊള. അപ്പോൾ അവൻ്റെ ആ വൃത്തികേട് കഴിവ് എനിക്ക് തന്നെ കാണാൻ തന്നെ, ആ വീഡിയോ കാണാൻ തന്നെ ഒരു 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 വല്ലാത്ത ഇത്. അത് ഇയാളുടെ മുഖഭാഷ, ഇത് ട്രംപ് പറയുന്ന സമയത്ത് മിണ്ടാതെ കരുതാൽ മതി, അതിനുശേഷം സംസാരിക്കണം. അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇത് മറ്റേ ഗോഷ്ടി കാണിച്ച് പരദൂഷണം പറയുക, അതിനുശേഷം വന്ന് വലിയ വാചകം അടിക്കുക. അത് സ്റ്റേജ് ഷോയിൽ ഒരു കോമാളി കാണിക്കുന്ന രീതിയിൽ മാത്രമാണ്, ആ സംഭവങ്ങൾ മാത്രമാണ് വ്ളാദിമിർ സെലൻസ്കി കാണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ വായിച്ചോണം, ട്വീറ്റ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹും മാസങ്ങളോളം മിണ്ടാതിരുന്നു. കാരണം ഇസ്രായേലിന് കൊടുക്കേണ്ട ആയുധങ്ങൾ ഫ്രീസ് ചെയ്തു, പല കാര്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് അതൊക്കെ പറഞ്ഞു. ബൈഡൻ ഫോൺ ചെയ്തിട്ട് പോലും നെതന്യാഹു ഫോൺ എടുത്തില്ല. അവൻ പറഞ്ഞു, എന്നിട്ട് പോലും ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കുറ്റം പറയും, കാരണം അവരാണ് സഹായിക്കുന്നത്. അതേപോലെ യുക്രൈനെ സഹായിക്കുന്ന മെയിൻ സഹായം അമേരിക്കയുടെയാണ്. ഇയാൾ ഇത് അലമ്പാക്കി പ്രശ്നമാക്കി. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സിമ്പിളായിട്ട് ആമിക്കബിളി സെറ്റിൽ ചെയ്യേണ്ട കാര്യം ഇതിനെ വളച്ചൊടിച്ച് ഒരു കോമാളി രൂപത്തിലാക്കി മാറ്റി ഉക്രൈൻ പ്രസിഡന്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പല സുഹൃത്തുക്കൾ അതിൻ്റെ അഭിപ്രായം എഴുതി. പക്ഷെ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ഈ പബ്ലിക് ഡൊമൈനിലുണ്ട്, നിങ്ങളെടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്താണ് ഉണ്ടായത്. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള അനാലിസിസ്.